ഡിവിസിബിലിറ്റി ഹരണക്ഷമത. ഡിവിസിബിലിറ്റി ഓഫ് 2 ഒറ്റയുടെ സ്ഥാനത്തേക്ക് പൂജ്യമോ ഇരട്ട സംഖ്യയോ ആയിരിക്കണം. അതായത് തന്നിരിക്കുന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് ഇരട്ട സംഖ്യയോ പൂജ്യമോ വരികയാണെങ്കിൽ ആ സംഖ്യയെ പൂർണ്ണമായും 2 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. ഡിവിസിബിലിറ്റി ഓഫ് 3 അക്കങ്ങളുടെ തുക 3ൻ്റെ ഗുണിതമായിരിക്കണം. അതായത് തന്നിരിക്കുന്ന സംഖ്യയുടെ അക്കങ്ങൾ പരസ്പരം കൂട്ടിയാൽ കിട്ടുന്ന തുക 3ൻ്റെ ഗുണിതമാണെങ്കിൽ ആ സംഖ്യയെ പൂർണ്ണമായും 3 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. ഡിവിസിബിലിറ്റി ഓഫ് 4 അവസാനത്തെ 2 അക്കങ്ങൾ പൂജ്യമോ 4ൻ്റെ ഗുണിതമോ ആയിരിക്കണം. അതായത് തന്നിരിക്കുന്ന സംഖ്യയിൽ ഒറ്റയുടെയും 10ൻ്റെയും സ്ഥാനത്തെ അക്കങ്ങൾ, അതാണ് അവസാനത്തെ 2 അക്കങ്ങൾ പൂജ്യമോ 4ൻ്റെ ഗുണിതമോ ആണെങ്കിൽ ആ സംഖ്യയെ പൂർണ്ണമായും 4 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. ഡിവിസിബിലിറ്റി ഓഫ് 5 ഒറ്റയുടെ സ്ഥാനത്തെ അക്കം പൂജ്യമോ 5ഓ ആയിരിക്കണം. അതായത് തന്നിരിക്കുന്ന സംഖ്യയിൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം പൂജ്യമോ 5ഓ ആവുകയാണെങ്കിൽ ആ സംഖ്യയെ പൂർണ്ണമായും 5 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. ഡിവിസിബിലിറ്റി ഓഫ് 6 2 കൊണ്ടും 3 കൊണ്ടും നിശേഷം ഹരിക്കാവുന്ന സംഖ്യ 6 കൊണ്ടും നിശേഷം ഹരിക്കാൻ സാധിക്കും. അതായത് തന്നിരിക്കുന്ന സംഖ്യ 2നെ കൊണ്ടും 3 കൊണ്ടും ഹരിക്കാൻ സാധിക്കുമെങ്കിൽ ആ സംഖ്യയെ 6 കൊണ്ടും ഹരിക്കാൻ സാധിക്കും. 2 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമോ എന്ന് നോക്കണമെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം പൂജ്യമോ അല്ലെങ്കിൽ ഇരട്ട സംഖ്യയോ ആയിരിക്കണം. അത് 2 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമെങ്കിൽ അടുത്തത് നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമോ എന്ന് നോക്കണം. അപ്പോൾ 3 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അക്കങ്ങളുടെ തുക 3ൻ്റെ ഗുണിതമായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അക്കങ്ങളുടെ തുക പരസ്പരം കൂട്ടിക്കിട്ടിയാൽ കിട്ടുന്ന തുക 3ൻ്റെ ഗുണിതമാണെങ്കിൽ 3 കൊണ്ടും ഹരിക്കാൻ സാധിക്കും. 2ൻ്റെയും 3ൻ്റെയും റൂള് ഓക്കെ ആണെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യയെ 6 കൊണ്ടും നിശേഷം ഹരിക്കാൻ സാധിക്കും.